വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. 24 പേരിൽ നിന്ന് മൊഴിയെടുത്തതായി റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അറിയാൻ സാധിച്ചിരിക്കുന്നത് അല്പസമയം മുൻപാണ് വടകര കാഫിർ സ്ക്രീൻഷോട്ട് പുരോഗമന അന്വേഷണ റിപ്പോർട്ട് പോലീസ് സമർപ്പിച്ചിട്ടുള്ളത്. വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ തന്നെ 24 പേരിൽ കേസുമായി ബന്ധപ്പെട്ട് 24 പേരിൽ നിന്ന് മൊഴിയെടുത്തു എന്നൊരു വിവരമാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ അറിയിച്ചിട്ടുള്ളത് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചു. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കോടതി ആദ്യം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പിന്നീട് സാവകാശം അനുവദിക്കുകയായിരുന്നു. അന്വേഷണത്തിലെ മെല്ലെപ്പോക്ക് ചൂണ്ടിക്കാട്ടി ഇത് സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ MSF നേതാവ് മുഹമ്മദ് ഖാസിം സമർപ്പിച്ച ഹർജിയെ തുടർന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഹർജിയിലെ തുടർവാദം വെള്ളിയാഴ്ച നടക്കും. അതായത് 29-ാം തീയതിയാണ് ഈ ഹർജിയുമായി ബന്ധപ്പെട്ടുള്ള തുടർവാദം നടക്കുക എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ കസ്റ്റഡിയിലെടുത്ത ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിന്മാരുടെയും മുഹമ്മദ് ഖാസിമിന്റെ ഫോൺ കോളുകളുടെ ഫോറൻസിക് പരിശോധനയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നും 24 പേരിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് 24 പേരിൽ നിന്നും മൊഴി എടുത്തിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ പോലീസ് നൽകിയിട്ടുള്ളത്. ശരി ദിസ്ന, വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.